ഇനി ഞാൻ എൻ്റെ യാത്രയുടെ കഥ പറയാം. നടക്കില്ല എന്ന് വിചാരിച്ച എൻ്റെ തനിച്ചുള്ള യാത്രയുടെ കഥ. ഹായ് മൈ ഗൈസ്, ഞാൻ എൻ്റെ ആദ്യത്തെ സോളോ ട്രിപ്പ് പോകാൻ വേണ്ടി പോവുകയാണ്. തനിച്ച് പോകാൻ ഇറങ്ങിയ എനിക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ ഇവരെ 3 പേരെയും കൂടി കിട്ടി. ഇവർ ഡൽഹിയിലേക്ക് പർച്ചേസിന് വേണ്ടി പോവുകയാണ്. കേരള സമ്പർക്ക് ഗാന്ധിയിൽ ജനറൽ കമ്പാർട്ട്മെന്റിലാണ് നമ്മുടെ യാത്ര. കാസർഗോഡ് എത്തുമ്പോഴേക്കും ഷാലുവും അൽത്തും ഫുഡും ജാക്കറ്റും കൊണ്ടുവന്നിരുന്നു. കാസർഗോഡ് വരെ വലിയ കുഴപ്പമില്ലായിരുന്ന യാത്ര കാസർഗോഡ് കഴിഞ്ഞപ്പോൾ ആകെ മാറി. കേരള സമ്പർക്ക് ഗാന്ധിയിൽ തിരക്ക് കുറവാണെന്ന് പറയാറുണ്ട്. പക്ഷെ ഞാൻ കയറിയത് കൊണ്ടാണോ എന്നറിയില്ല, കാല് കുത്താൻ പോലും സ്ഥലമുണ്ടായിരുന്നില്ല. എന്തിനാണ് ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് ദേ ഇതാണ്. AC ടിക്കറ്റ് എടുക്കാൻ പൈസ ഇല്ലായിട്ടൊന്നുമല്ല, പക്ഷെ ഞാൻ എന്തുകൊണ്ടാണ് ജനറലിൽ പോണത്? ആ ബംഗാളികളോടൊക്കെ വർത്താനം പറഞ്ഞ് ചിരിച്ച് കളിച്ച് ഓരോ അതും ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോവാണ്. അങ്ങനെ ട്രെയിനിൽ വെച്ച് ഒരുപാട് പേരെ കണ്ടു, ഒരുപാട് പേരെ പരിചയപ്പെട്ടു. അതിലൊരാളാണ് ജുനൈദ്. ജുനൈദ് പൂനെ കറങ്ങാൻ വേണ്ടി പോവുകയാണ്, അതും ഒറ്റയ്ക്ക്. ജുനൈദ് മാത്രമല്ല, നമ്മൾ ഷാറൂഖ് ഖാൻ എന്ന ഓമന പേരിട്ട് വിളിച്ച ഷാറൂഖ് ഖാനും വിക്രം ഭയ്യയും അക്ഷയ് ഭയ്യയും വടാപ്പാവ് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന സുരേഷ് അണ്ണനും മുഖം വെളിപ്പെടുത്താൻ ആഗ്രഹമില്ലാത്ത എന്നാൽ ഒരേ സമയത്ത് 5-6 പാക്കറ്റ് വിമൽ തിന്നാൻ കഴിവുള്ള ഇവരുടെ കൂടെയൊക്കെയായിരുന്നു എൻ്റെ യാത്ര. ആ ട്രെയിൻ യാത്രയിൽ നടക്കാത്തതായി ഒന്നും തന്നെ ഇല്ലായിരുന്നു. നിങ്ങൾ കേരളത്തിൽ നിന്ന് ഒരിക്കലെങ്കിലും ഡൽഹിയിലേക്ക് ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യണം. ഒരുപാട് കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും കഴിയുന്ന ഒരു യാത്രയായിരിക്കും അത്. അങ്ങനെ നീണ്ട 36 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഡൽഹി എത്തി. ഇനിയുള്ള കഥകളും കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.